പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിലെ ഒന്നാമത്തെ സെക്ഷൻ ജോബി മാഷ് എടുക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് ത്രികോണമിതി എന്നും ട്രിഗണോമെട്രി എന്താണെന്ന് വളരെ വിശദമായി നിങ്ങൾ മനസ്സിലാക്കി. അപ്പം എന്താണ് ത്രികോണമിതി നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ ന്യൂനകോണിനെ അടിസ്ഥാനപ്പെടുത്തി, എക്യൂട്ട് ആംഗിളിനെ അടിസ്ഥാനപ്പെടുത്തി വശങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തെ പറയുന്ന പേരാണ് ട്രിഗണോമെട്രിക് റേഷ്യോ. So it is the ratio of the sides of a right triangle based on an acute angle. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. എതിർവശം, ഏത് കോണാണോ എടുക്കുന്നത് അതിന്റെ എതിരുള്ള വശം എതിർവശം, 90 ഡിഗ്രിക്ക് എതിരുള്ള വശം കർണം ഹൈപ്പോട്ടന്യൂസ്, ഈ കോണിന്റെ അടുത്തുള്ള വശം സമീപവശം. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത്? മൂന്നെണ്ണാണ് മെയിൻ ആയിട്ട് പഠിച്ചത്. ഏതെല്ലാമാണ്? സൈൻ, കോസ്, ടാൻ അല്ലെ, ചുരുക്കി നമ്മൾ അതിനെ പറയുന്നത്. അപ്പം പ്രധാനപ്പെട്ട 3 ത്രികോണമിതി അംശബന്ധങ്ങൾ സൈൻ, കോസ്, ടാൻ. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സൈൻ ഈക്വൽ വിച്ച് സൈഡ് ബൈ വിച്ച് സൈഡ്? ഏത് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് സൈൻ എന്ന് പറയുന്നത്? Yes, correct. It is opposite side by hypotenuse. Cos എന്ന് പറഞ്ഞാൽ yes, correct. സമീപവശം by കർണം. സമീപവശം by കർണം എന്ന് പറഞ്ഞാൽ adjacent side by hypotenuse. What is tan? What is tan? Yes, opposite side by adjacent side. It is the എതിർവശം by adjacent side. അപ്പൊ മലയാളത്തിൽ ഇതിനെ എഴുതാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഓപ്പോസിറ്റ്. എന്താണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ? എതിർവശം by ഹൈപ്പോട്ടന്യൂസ് കർണം അല്ലെ. അപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? സമീപവശം by കർണം. സമീപവശം by കർണം. ടാൻ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? എതിർവശം by സമീപവശം. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് മാഷ് ഒരു സൂത്രം പറഞ്ഞുതരാം. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ത്രികോണമിതി അംശബന്ധങ്ങൾ? സൈൻ, കോസ്, ടാൻ. ഒരൊറ്റ വാചകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് മറക്കാതെ ഏത് സമയത്തും നമ്മളോട് ഏത് ഉറക്കത്തിൽ ആര് ചോദിച്ചാലും സൈൻ സമം ഏത് വശം, കോസ് സമം ഏത് വശം ബൈ ഏത് വശം, ടാൻ സമം. അതിന് സഹായകരമായ ഒരു വാചകമാണ് ഏക സഗ എൽസ. എന്താണ്? അപ്പൊ 3 ത്രികോണമിതി അംശബന്ധങ്ങൾ സൈൻ, കോസ്, ടാൻ. എന്താണ് ഒരു വാചകം ഓർത്തിരിക്കാൻ മാഷ് പറഞ്ഞത്? ഏക സഗ എൽസ. ഏക എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ പറയാൻ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ഏക എന്ന് ഉദ്ദേശിച്ചത് എതിർവശം കർണം, സഗ എന്ന് ഉദ്ദേശിച്ചത് സമീപവശം കർണം, എൽസ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എതിർവശം സമീപവശം. അതെന്താണ്? 3 ത്രികോണമിതി അംശബന്ധങ്ങൾ സൈൻ, കോസ്, ടാൻ. എന്താണ് വാചകം? ഏക സഗ എൽസ. എന്താണ് ഏക? എതിർവശം ബൈ കർണം. അപ്പൊ സൈൻ സമം എതിർവശം ബൈ കർണം, കോസ് സമം സഗ സമീപവശം ബൈ കർണം, ടാൻ സമം എൽസ എതിർവശം ബൈ സമീപവശം. അപ്പൊ ഇത് സൂത്രവാക്യമൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ ചെറിയൊരു കുറുക്കു വഴി. അവ പ്രധാനപ്പെട്ട 3 ത്രികോണമിതി അംശബന്ധങ്ങൾ ഏതൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ. എന്തൊക്കെയാണ് ഒരു വാചകം ഓർക്കാൻ പറഞ്ഞത്? ഏക സഗ എൽസ. സൈൻ ഏക എതിർവശം ബൈ കർണം, കോസ് സഗ സമീപവശം ബൈ കർണം, ടാൻ എൽസ എതിർവശം ബൈ സമീപവശം. അപ്പൊ ഇത് നിങ്ങൾ ഇനി ഒരു കാലത്തും നിങ്ങൾ മറക്കില്ല എന്ന വിശ്വാസത്താല് നമുക്ക് അടുത്ത ഒരു ഭാഗത്തോട്ട് നമ്മൾ കടക്കാണ്. അടുത്തായിട്ട് മാഷ് പറഞ്ഞു നിങ്ങളോട്, ഈ ത്രികോണമിതി കണക്കുകൾ ചോദിക്കുമ്പോൾ അതിന്റെ വിലകൾ നിങ്ങൾക്ക് തന്നിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന് താഴെ സൈന് ഏതെങ്കിലും ഒരു ന്യൂനകോണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് അതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിരിക്കും. എന്നാൽ ചില അളവുകൾ വന്നാൽ
ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വില കാണില്ല. അത് ഏതൊക്കെ അളവുകളാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ വിലകളുടെ പ്രത്യേകത, ത്രികോണമിതി കോണുകളുടെ വിലകളുടെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കോണുകൾ ഏതൊക്കെയാണെന്നറിയോ? 0, 30, 45, 60, 90. ഏതൊക്കെ കോണളവുകളാണ്? 0, 30, 45, 60, 90. ഒന്നുകൂടി പറഞ്ഞ ഏതൊക്കെ ത്രികോണമിതി കോണ്? ഇത് കോണിന്റെ വിലകളാണ്, കോണളവുകളാണ്. ഏതൊക്കെയാണ് കോണളവുകൾ? 0, 0, 30, 45, 60, 90. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സൈൻ 0 എത്ര, സൈൻ 30 എത്ര, സൈൻ 45, ഇതുപോലെ കോസ് 0 എത്ര, കോസ് 30. അതിനൊരു എളുപ്പവഴി. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പട്ടിക ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ മാഷ് നിങ്ങളെ പഠിപ്പിച്ചു തന്ന 2 ത്രികോണങ്ങളാണ്. ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ത്രികോണങ്ങൾ? ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട മെയിൻ ത്രികോണം ഒന്ന് 45, 45, 90. അടുത്തൊരു കോണം ഏതായിരുന്നു? 30, 60, 90. ആ കോണളവുകൾ വെച്ചിട്ടാണ് ഈ പട്ടിക നമ്മൾ പൂർത്തീകരിക്കുന്നത്. അപ്പൊ മാഷൊരു സൂത്രപ്പണിയിലൂടെ ഈ പട്ടിക എങ്ങനെ നമുക്ക് ഇതിന്റെ വിലകൾ കാണാപ്പാഠം പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതാണ് ആദ്യം നിങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഈ കോണളവുകളുടെ പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ മാഷ് ആദ്യം പറഞ്ഞു ഇത് കോണളവുകളാണ്. ഏതൊക്കെ കോണളവുകളാണ്? മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് ഒരു ദിവസത്തിലെ 3-5 പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. ഏതൊക്കെ കോണളവുകളാണ് കാണാതെ പഠിക്കേണ്ടത്? 0, 30, 45, 60, 90. ഇനി ഒരു വില മാഷ് കാണാപ്പാഠം പറയാണ്. ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ കാണാപ്പാഠം പഠിക്കാണ്. എന്താണെന്നറിയോ? ഒരു വില, ആദ്യത്തെ വില നമ്മൾ കാണാപ്പാഠം കണ്ട് പഠിക്കാണ്. 0, 1/2, 1/√2, √3/2, 1. ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. 0, 1/2, 1/√2, √3/2, 1. അപ്പൊ കോണളവുകൾ പറഞ്ഞേ 0, 30, 45, 60, 90. എന്താണ് അതിന്റെ വിലകൾ? 0, 1/2, 1/√2, √3/2, 1 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സൈൻ 0ത്തിന്റെ വില 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. അപ്പൊ നിങ്ങളോട് ചോദിക്കുക സൈൻ 0ത്തിന്റെ വില എത്രയാ? 0. സൈൻ 90 എത്രയാ? 1. അപ്പൊ സൈനിന്റെ വിലകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? കോണിന്റെ വില 0ൽ നിന്ന് 90ലോട്ട് വർദ്ധിക്കുമ്പോൾ, കോണളവുകൾ 0ൽ നിന്ന് 90ലോട്ട് വർദ്ധിക്കുമ്പോൾ സൈനിന്റെ വില 0ൽ നിന്ന് 1ലോട്ട് വർദ്ധിക്കുന്നു. അപ്പൊ സൈനിന്റെ ഏറ്റവും ചെറിയ വില ഏതാണ്? 0. സൈനിന്റെ ഏറ്റവും കൂടിയ വില ഏതാണ്? 1. സൈനിന്റെ ഏറ്റവും കൂടിയ വില കിട്ടുന്നത് ഏത് കോണളവിലാണ്? 90 ഡിഗ്രിയിൽ. മനസ്സിലായി? സൈൻ 45ന്റെ വില എത്രയാണ്? 1/√2. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കോണളവുകൾ ഏതൊക്കെയാണ്? ഒന്നുകൂടി മനസ്സിലോർത്തെ. 0, 30, 45, 60, 90. എന്താണ് അതിന്റെ വിലകൾ? 0, 1/2, 1/√2, √3/2, 1. ഇനി കോസിന്റെ വില ആദ്യത്തെ ഒരു വില എഴുതിയ ബാക്കി രണ്ടും എഴുതാൻ വളരെ ഈസിയാണ്. എങ്ങനെ വരുന്നറിയോ? കോസിന്റെ വില നമ്മൾ ഇതിൽ 0ൽ നിന്ന് 1ലോട്ടല്ലേ എഴുതിയേ. ഇനി 1ൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി. 1ൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെഴുതാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 അല്ലേ? അപ്പൊ ഇവിടെ 1 എന്ന് എഴുതി. ഇവിടെ എന്താണ്? √3/2 അല്ലേ? അപ്പൊ ഇവിടെ √3/2 എന്ന് എഴുതി. പിന്നെ ഇവിടെ എന്താണ്? 1/√2 ആണ്. പിന്നെ ഇവിടെ എന്താണ്? 1/2 ആണ്. പിന്നെ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ കോസിന്റെ വിലയായി. അപ്പൊ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. എന്ന് പറഞ്ഞാ കോസിന്റെ ഏറ്റവും കൂടിയ വില എപ്പോഴാണ്? കോണളവ് 0 ആകുമ്പോഴാണ്. കോസിന്റെ ഏറ്റവും ചെറിയ വില 0 ആണ്. അത് ഡിഗ്രി അളവ് 90 ആണ്. അപ്പോ കോണളവുകൾ 0ൽ നിന്ന് 90ലോട്ട് വർദ്ധിക്കുമ്പോൾ കോസിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? 1ൽ നിന്ന് 0ലോട്ട് വില കുറയുന്നു.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേകത കാണാം. രണ്ടിന്റെയും വില തുല്യമായിട്ട് വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇവിടെയല്ല, ഇവിടെ നോക്കൂ, ഇവിടെയും 1/√2 ആണ്, ഇവിടെയും 1/√2 ആണ്. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കും, ഏത് കോണളവിലാണ് സൈനും കോസും തുല്യമാകുന്നത്? അപ്പൊ സൈനും കോസും തുല്യമാകുന്നത് ഏത് കോണളവിലാണ്? 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക എങ്ങനെയാണ്? sin x equal to cos x, then x equal to dash, x equal to question mark. sin x ഉം cos x ഉം ഈക്വൽ ആണെങ്കിൽ x ന്റെ വില എന്ത്? അപ്പൊ x എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ് അല്ലേ? sin x എന്ന് പറയുന്നത് ആ കോണളവിനെ സൂചിപ്പിക്കലാണ്. അപ്പൊ ഏത് കോണളവിലാണ് സൈനും കോസും തുല്യമായിട്ട് വരുന്നത്? അപ്പൊ x സമം 45 ഡിഗ്രിയാണ്. അടുത്തത് tan എന്ന് പറയുന്നതിനെ നമ്മൾ സൈനിന്റെയും കോസിന്റെയും അംശബന്ധം വെച്ചിട്ട് പറയുമ്പോൾ tan സമം നമ്മൾ പഠിക്കുക sin by cos. tan equal sin by cos എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോ ടാനിന്റെ വില കിട്ടാൻ സൈനിന്റെ വിലയെ കോസിന്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. To get the value of tan we must divide the value of sin with cos. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ tan കിട്ടും. അപ്പൊ tan 0 എന്ന് പറഞ്ഞാൽ 0, സൈനിന്റെ വിലനെ കോസിന്റെ വില കൊണ്ട് ഹരിച്ചു 0/1. അപ്പൊ tan 30ന്റെ വില കിട്ടാനോ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1/2നെ √3/2 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടാന്നറിയോ? താഴെയുള്ള രണ്ടുകൾ സെയിം ആയതുകൊണ്ട് അത് രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ പിന്നെ എന്താ കിട്ടും? ഇവിടത്തെ മുകളിലത്തെ വില 1 ബൈ ഇവിടത്തെ മുകളിലത്തെ വില √3. അപ്പൊ 45ന്റെ വില എന്താ കിട്ടാ? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ tan 45 equal 1/√2 divided by 1/√2 sin divided by cos. So the answer is 1/1, that is equal to 1. ഇവിടെ എന്താണ് വരിക? sin divided by cos. അപ്പൊ ഡിനോമിനേറ്റർ 2 അപ്പൊ ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ അതിന്റെ ന്യൂമറേറ്ററുകൾ തമ്മിൽ എടുത്ത് എഴുതിയാൽ നമുക്ക് tan 60 കിട്ടും √3/1. അപ്പൊ tan 60ന്റെ വില എന്താണ്? സൈനിന്റെ വിലനെ കോസിന്റെ വില കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടത്തെ ന്യൂമറേറ്റർ √3 ഡിവൈഡഡ് ബൈ ഇവിടത്തെ ന്യൂമറേറ്റർ 1. അപ്പൊ √3/1. അടുത്തത് tan 90 എന്താണ് കിട്ടുക? ന്യൂമറേറ്റർ ഇവിടെ sin 90ന്റെ വില 1 ആണ് ഡിവൈഡഡ് ബൈ cos 90ന്റെ വില 0 ആണ്. സോ 1/0. എന്താണ് ഇവിടെ ഒരു പ്രശ്നം? ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അല്ലെ, 0 കൊണ്ടുള്ള ഹരണം നിർവചിക്കപ്പെട്ടിട്ടില്ല. അപ്പോ 1/0നെ നമ്മൾ പറയും നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. അപ്പോ ഈ വിലകള് നമ്മൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. 0, 30, 45, 60, 90. ആദ്യത്തെ വിലകൾ ഒന്നുകൂടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. 0, 1/2, 1/√2, √3/2, 1. ഇനി എങ്ങനെയാണ് ഇവിടെ 1/√2, 1/2, √3/2, 1 ഒക്കെ എഴുതിയേ? കാണാപ്പാഠം പഠിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് പഠിച്ചത് തന്നെയാണ്. ഏത് 45, 45, 90 വെച്ചിട്ടാണ് ഇത് എഴുതി വെക്കുന്നത്. 45, 30, 60, 90 വെച്ചിട്ടാണ് ഈ വിലകൾ എഴുതിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് മാഷ് കാണിച്ചു തരാം. ഇപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇത് തന്നെയാണ് 45 ആണ്. അപ്പൊ 45, 45, 90യുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു. റേഷ്യോ 1:1:√2. അപ്പോ ഈ 45-നെതിരെ ഇത് 1 ആണെങ്കിൽ ഈ 45-നെതിരെ ഇത് 1 ആണെന്നും 90ക്ക് ഓപ്പോസിറ്റ് √2 ആണെന്നും പഠിച്ചു. സോ ഈ 45നെ അപേക്ഷിച്ച് ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ടനീസ്. അപ്പൊ sin 45 എന്താണ് പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. സോ 1/√2. അതാണ് sin 45 സമം 1/√2 കിട്ടിയത്. ഇതേപോലെ 30, 60, 90 വെച്ചിട്ടുള്ള ട്രയാങ്കിൾ വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇവിടെ 1/2 എന്നും √3/2 എന്നും 1 എന്നും കിട്ടും. അപ്പൊ സൗകര്യത്തിനായിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു എളുപ്പപ്പണി സൂത്രപ്പണി ചെയ്തു എന്ന് മാത്രം. കോണളവുകൾ കാണാതെ പഠിച്ചു. 0, 30, 45, 60, 90
ഏതൊക്കെയാണ് ഡിഗ്രി അളവുകൾ? നമുക്ക് അതിന്റെ വിലകൾ, ആദ്യത്തെ വിലകൾ വരെ 0, 1/2, 1/√2, √3/2, 1. ഇങ്ങനെ പഠിക്കാൻ സാധിക്കാത്തവര് ഇതുപോലെ ചിത്രം വരച്ച് ഈ പട്ടിക പഠിക്കുക. അപ്പൊ ഈ പട്ടികയിൽ നിന്ന് എന്തെങ്കിലും ഒരു കണക്കുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ട്രിഗണോമെട്രി വെച്ചിട്ടുള്ള കണക്കുകൾ ചോദിക്കുമ്പോൾ അതിൽ 30, 60, 45 ഒക്കെ വന്നാൽ ഈ റേഷ്യോ നമുക്ക് അതിലെ ഉത്തരമായിട്ട് അതിൻ്റെ ട്രിഗണോമെട്രിക് വാല്യൂ തരില്ല. അപ്പോൾ ഈ വിലകൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇത് കാണാപാഠം പഠിക്കുക. അപ്പൊ ഈ രണ്ടാശയങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ഭാഗത്തോട്ട് കടക്കാണ്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നീങ്ങാണ്. ത്രികോണവും വൃത്തവും, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. എന്താണ് അതിൽ പറയുന്നത്? ഒരു സർക്കിൾ, അതിനൊരു കോഡിന്റെ നീളം AB എന്ന് പറയുന്നത് ഒരു കോഡാണ്. എന്താണ് കോഡ്? ഒരു സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് കോഡ്. മലയാളത്തിൽ പറയും ഞാൻ. അപ്പൊ ഞാനിന്റെ നീളം ത്രികോണമിതി അംശബന്ധം വെച്ചിട്ട് എങ്ങനെ കണക്കാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു, ഇവിടെ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ കേന്ദ്രകോൺ. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിനെ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോൺ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു ആർക്കിന്റെ നീളം. ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ അരികിലുള്ള ഈ നീളത്തിനെയാണ് ആർക്ക് ലെങ്ത് എന്ന് പറയാ. ഈ ആർക്ക് ലെങ്ത്തും സെൻട്രൽ ആംഗിളും തമ്മിൽ പ്രപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു. സെൻട്രൽ ആംഗിൾ കൂടുന്നതനുസരിച്ച് ആർക്കിന്റെ ലെങ്ത് കൂടുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കോഡിന്റെ ലെങ്ത്തും സെൻട്രൽ ആംഗിളും പ്രപ്പോർഷണൽ അല്ല. അപ്പൊ എങ്ങനെ ഒരു സർക്കിളിൽ ഒരു കോഡിന്റെ ലെങ്ത് സെൻട്രൽ ആംഗിളുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ച് എങ്ങനെ കാണാം എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സെൻട്രൽ ആംഗിൾ 60 ആണെന്ന് വിചാരിക്കുക, സർക്കിളിന്റെ റേഡിയസ് 6 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ നീളം എന്തായിരിക്കും? ഇത് 10 ആണെങ്കിൽ ഈ കോഡിന്റെ നീളം എത്രയായിരിക്കും? ഇത് 5 ആണെങ്കിൽ, റേഡിയസ് 5 ആണെങ്കിൽ കോഡിന്റെ നീളം എന്തായിരിക്കും? പറയാൻ പറ്റും? വെരി ഈസി. പറയൂ. അതെ, ഓക്കെ. ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ ഇത് റേഡിയസ് ആകുമ്പോ ഈ ലെങ്ത്തും ഈക്വലാ. അപ്പൊ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? അതിനുള്ള ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ബിയും സിബിക്ക് ഒബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എയും ഈക്വൽ ആണ്. 3 കൂട്ടിയ 180 ആണ്. അപ്പൊ അത് 60 പോയ 120 ആയി. അപ്പൊ ഇത് 2 ഈക്വൽ ആണ്. ഇത് 2 ആഡ് ചെയ്ത 120 എന്ന് പറഞ്ഞത് എന്താണ്? 60 ആണ്. ഇതും എന്താണ്? 60 ആണ്. അപ്പോൾ ഇതിന്റെ നീളം എന്താ? 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ 3 സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇത് 6 ആണെങ്കിൽ, സ്മോൾ ലെറ്റർ 6 ആണെങ്കിൽ ഇത് സ്മോൾ ലെറ്റർ 6 ആണ്. ഇവിടെ തൊട്ട് ഇവിടെയുള്ള നീളം 10 ആണെങ്കിൽ ഈ നീളം 10 ആണ്. അപ്പൊ അത് നമുക്ക് അറിയാവുന്നതാണ്. ഇത് 10 ആണെങ്കിൽ ഇതും 10 ആണ് അല്ലെ? ഇത് 5 ആണെങ്കിൽ ഇതും 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഇത് സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ സെൻട്രൽ ആംഗിൾ തന്നിരിക്കുന്നത് 120, 120 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ തന്നിട്ടുള്ളത്. ആ സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ കേന്ദ്രകോൺ 120 ആയിട്ടുള്ള ആ കോഡിന്റെ ലെങ്ത് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒരു സർക്കിളിലെ ഈ കോഡിന്റെ ലെങ്ത് ഈ സെൻട്രൽ ആംഗിളുമായി ബന്ധപ്പെട്ട് എങ്ങനെ കാണാം എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് റേഡിയസ്, ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ 120ന്റെ പകുതിയാണ് ഇവിടെ വരാം. അപ്പൊ ഇവിടെ ഈ ഡിഗ്രി നമുക്ക് കിട്ടുക 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ കിട്ടുക. ഇവിടെ ഞാനിപ്പോ പി എന്ന് കൊടുത്താൽ ആംഗിൾ POA എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 120ന്റെ പകുതി 60. 60 കണ്ടാൽ ഉടനടി മനസ്സിൽ നമുക്ക് ഓർമ്മ വന്നു. എന്താണ് 60 കണ്ടാൽ ഉടനടി മനസ്സിൽ ഓർമ്മ വരേണ്ടത്? 30, 60, 90. അപ്പൊ നമ്മളത് ഇവിടെ എഴുതി വെക്കുക. 30, 60, 90. എന്താണ് 30, 60, 90 ആയ റേഷ്യോ? 30, 60, 90 ആയ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഓക്കെ, 30, 60, 90. 1,√3,2. What is the ratio? 1:√3:2. അപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഇപ്പൊ നോക്കി. ഇതാണ് ട്രയാങ്കിൾ. ഈ 30, 60, 90 വെച്ചിട്ടുള്ള ട്രയാങ്കിൾ OPA
അതിലറിയാവുന്ന സൈഡ് ഏതാണ്? റേഡിയസ് ആണ് അറിയാം, ആർ അല്ലെ. 90 ഡിഗ്രിക്ക് എതിരെയാണ് ആറ്. അപ്പൊ 90 ഡിഗ്രിക്ക് താഴെ എതിരെ ആയതുകൊണ്ട് അവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് എഴുതി. നമുക്ക് വേണ്ടത് എന്താണ്? എ ബിയുടെ നീളം കാണണം. എ ബിയുടെ നീളം ഈ ട്രയാങ്കിളിൽ നമുക്ക് മൊത്തമായിട്ടില്ല. അതിൽ എ ബിയുടെ പകുതിയായ എ പി കണ്ടുപിടിച്ചാൽ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള നീളം തന്നെയായിരിക്കും ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള നീളം. അപ്പൊ എ പിയുടെ നീളത്തിന്റെ ഇരട്ടിയാണ് എ ബിയുടെ നീളം. അപ്പൊ എ പിയുടെ നീളം എങ്ങനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം? എ പിയുടെ നീളം കിട്ടണമെങ്കിൽ 60-നെതിരെയുള്ള സൈഡ് കിട്ടണം, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടണം. അപ്പൊ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടുത്തെ റേഷ്യോയുടെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്? ഇവിടെ എന്താണോ ഇൻറ്റു √3 ആണ് 60ന്റെ വില, ഇവിടെ എന്താണോ ഇൻറ്റു 2 ആണ് 90ക്കുള്ള വില. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻറ്റു 2 ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ ഇവിടുത്തെ വില എന്താ വരാ? ഇവിടെ ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മൾ ഇത് എഴുതുന്നതാണ് നമുക്ക് നല്ലത്. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ കണക്ക് തെറ്റില്ല. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ 6 ആയാൽ ഇവിടെ എന്താണോ ഉള്ളത് അത് ഡിവൈഡഡ് ബൈ 2 ആണ് 30ന്റെ എതിരെയുള്ള വില. അപ്പൊ ഇതിന്റെ വില കിട്ടി r/2. അപ്പൊ ഇത് ഇവിടെ എന്താണ്? ഇൻറ്റു √3 ആണ് 60ന്റെ വില. അപ്പൊ ഇവിടെ r/2 ആണ്. അപ്പൊ ഇവിടെ എന്താണ് വില വരാ? ഇവിടെ വരും r/2 ഇൻറ്റു √3, ദാറ്റ് ഈസ് √3r/2. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളമാണ് √3r/2. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം എന്താണ്? √3r/2. അപ്പൊ ടോട്ടൽ നീളം എ ബി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എ ബി ഈക്വൽ ഈ നീളം ഇൻറ്റു 2, ദാറ്റ് ഈസ് √3r/2 ഇൻറ്റു 2. ഈ 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? √3r എന്ന് കിട്ടി അല്ലെ. അല്ല, ഇനി ട്രിഗണോമെട്രി ആയിട്ട് ഇതിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ട്രിഗണോമെട്രി വെച്ചിട്ട് ഇതിപ്പോ 30, 60, 90 വെച്ചിട്ട് നമ്മൾ എടുത്തു. ട്രിഗണോമെട്രി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 60 ആണ്. അപ്പോ 60ക്ക് എതിരെയുള്ള സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്, 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടനസ്, കർണം ഇവിടെ എതിർവശം. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? എ പിയുടെ നീളമാണ് കാണേണ്ടത് എതിർവശം. അറിയാവുന്നത് എന്താണ്? കർണം, ഹൈപ്പോട്ടനസ്. അപ്പൊ എയും കായും തമ്മിലുള്ള ത്രികോണമിതി അംശം, എതിർവശവും കർണവും തമ്മിലുള്ള ത്രികോണമിതി ഏതാ? ഏക, സൈൻ. അപ്പൊ നമ്മൾ സൈൻ 60 കണ്ടു. സൈൻ 60 സമം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു AP by hypotenuse equal R. അപ്പൊ എന്താ കിട്ടിയ? സൈൻ 60 സമം AP divided by R. So what is AP? AP equal R into സൈൻ 60. അപ്പൊ APയുടെ നീളം എന്ന് പറയുന്നത് എന്ത് കിട്ടി? R, റേഡിയസ്. ആ സർക്കിളിന്റെ റേഡിയസിനെ സൈൻ 60 കൊണ്ട് ഗുണിച്ചതാണ് കോഡിന്റെ പകുതിയുടെ നീളം. അപ്പോ കോഡിന്റെ ടോട്ടൽ നീളം എന്താണ്? എ ബി ആണ്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലെ. അപ്പൊ 6 ഇൻറ്റു സൈൻ 60 ഇൻറ്റു 2. ഈ 2നെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 60. അപ്പൊ ഈ കോഡിന്റെ നീളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? റേഡിയസ് r ആണ്, ഇൻറ്റു 2r ഇൻറ്റു ഇവിടെ സെൻട്രൽ ആംഗിൾ ടോട്ടൽ 120 ആയിരുന്നു, അതിന്റെ പകുതി കൊണ്ട് ഗുണിച്ചു. അപ്പൊ ട്വൈസ് ദ റേഡിയസ് ഇൻറ്റു ഹാഫ് ദ സെൻട്രൽ ആംഗിൾ അല്ലെ, സെൻട്രൽ ആംഗിളിന്റെ പകുതി കൊണ്ട് ഗുണിച്ചു. സോ കോഡ് ഓഫ് ദ ലെങ്ത് എ ബി ഈക്വൽ എന്തെന്ന് കിട്ടി? 2r ഇൻറ്റു സൈൻ 60. ഈ 60 എന്താണ് ബന്ധം? നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആംഗിൾ 120 ആണ്. അപ്പൊ 120 ആയിട്ടുള്ള ബന്ധം 60ന് 120ന്റെ പകുതിയാണ്. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ വരിക. അപ്പോ ഇവിടെ നമ്മൾ കണ്ടു ഒരു കോഡിന്റെ നീളം കാണാൻ റേഡിയസിന്റെ ട്വൈസ് ഇൻറ്റു സെൻട്രൽ ആംഗിളിന്റെ പകുതി, ദാറ്റ് ഈസ് കോഡ് ഈക്വൽ 2r ഇൻറ്റു സൈൻ 60. നമുക്ക് വേറൊരു
അടുത്ത പ്രശ്നം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കപ്പോൾ ഇവിടെ അടുത്ത പ്രശ്നത്തിലോട്ട് പോണേറ്റ് മുമ്പ് നമുക്ക് ഈ ഉത്തരത്തിലോട്ട് ഇങ്ങനെ എത്താമെന്ന് നോക്കാം. അപ്പൊ 2r × sin 60 അല്ലെ. 2r × എന്താണ് sin 60ന്റെ വില? നേരത്തെ പഠിച്ചത് ഓർക്കണുണ്ടോ? ഏതൊക്കെ കോണളവുകള്? 0, 30, 45, 60, 90. ഒന്നാമത്തെ വില സൈൻ ആണ്. കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞു. എന്താണ്? 0, 1/2, 1/√2, √3/2, 1. അപ്പൊ സൈൻ 60ന്റെ വില √3/2. അപ്പൊ ഇവിടെ 2r × sin 60ന്റെ വില √3/2. ഈ 2ഉം വെട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടി √3r. അതിനല്ലേ നമുക്ക് 30, 60, 90 എന്നുള്ള റേഷ്യോ വെച്ചപ്പോഴും കിട്ടിയത് √3r. അപ്പൊ ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ചപ്പോഴും നമുക്ക് ഇതിന്റെ നീളം കിട്ടി √3r. അടുത്ത പ്രശ്നത്തിലോട്ട് പോകാം. നമുക്ക് അടുത്ത ഒരു പ്രശ്നം നോക്കാം. ഇവിടെ തന്നിരിക്കുന്നു AB കോഡാണ്, O സെന്റർ ആണ് സർക്കിളിന്റെ. ഈ AB എന്ന് പറയുന്ന കോഡ് സെന്ററുമായി ഉണ്ടാക്കിയ ആംഗിൾ 100 ഡിഗ്രിയാണ്, 100 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ AB-യുടെ നീളം കാണുക, കോഡിന്റെ നീളം കാണുക. ഇവിടെ 100 ആയപ്പോ നമ്മള് ഇതും റേഡിയസ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ച നേരെ കോഡിനെ ബൈസെക്ട് ചെയ്യും. നേരെ മധ്യബിന്ദുവിലൂടെയാണ് കടന്നു പോകുക. അപ്പൊ ഇവിടെ നമുക്ക് ഈ 100ന്റെ പകുതി എടുക്കുമ്പോൾ 50 ഡിഗ്രി വരാനുണ്ട്. അപ്പോൾ 30, 60, 90 എന്നുള്ള റേഷ്യോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ചേ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് AB-യുടെ നീളം കണക്കാക്കാം. നമ്മൾ തൊട്ട് മുൻപ് എന്താണ് പറഞ്ഞത്? ഒരു കോഡിന്റെ നീളം കാണാൻ it is twice the product of the radius and half the central angle. കേന്ദ്രകോണിന്റെ പകുതിയും ആരവും തമ്മിൽ ഗുണിച്ചതിന്റെ ഇരട്ടിയാണ് ഞാണിന്റെ നീളം. എന്ന് പറഞ്ഞാൽ AB-യുടെ നീളം സമം എന്താണ്? AB = വരാം. AB-യുടെ നീളം എന്ന് പറയുന്നത് റേഡിയസിന്റെയും ആരത്തിന്റെയും കേന്ദ്രകോണിന്റെ പകുതി. അപ്പൊ കേന്ദ്രകോണിന്റെ പകുതി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അതിന്റെ സൈനിന്റെയും, അപ്പൊ സൈൻ 50ന്റെയും ഗുണനഫലത്തിന്റെ ഇരട്ടിയാണ്. × 2 കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? AB-യുടെ നീളം കിട്ടും അല്ലെ. അപ്പൊ 3 × sin 50ന്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 0.7660. അപ്പൊ ഇത് രണ്ടിന്റെയും ഗുണനഫലത്തിന്റെ ഇരട്ടിയാണ് ഞാണിന്റെ നീളം. അപ്പൊ ഇവിടെ എന്തെന്ന് കിട്ടും? AB സമം sin 50 എന്ന് പറയുന്നത് 0.766 ആണ് × 3. 6 3 8 ബാക്കി 1, 6 3 1, 19 9 ബാക്കി 1, 7 3 21 22. അപ്പൊ 2.298 കിട്ടി. ഇതിന്റെ ഇരട്ടി × 2 ആണ്. 8 × 2 16 6 ബാക്കി 1, 1 19 9 ബാക്കി 1, 2 × 2 4 1 5, 2 × 2 4.596 എന്ന് കിട്ടും. അതിനെ ചുരുക്കിയിട്ട് നമുക്ക് 4.6 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് ട്രിഗണോമെട്രിക് ഇത് വെച്ചിട്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഇത് നമ്മൾ ഫൈനൽ ആൻസർ നമ്മളിത് പഠിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. എങ്ങനെ ഇതിനെ ട്രിഗണോമെട്രി വെച്ചിട്ട് ഈ ഉത്തരത്തിലോട്ട് എങ്ങനെ എത്താം എന്ന് നമുക്കൊന്നും കൂടി കാണാം. അപ്പൊ നോക്കാം. നമ്മളിവിടെ ഈ സെൻട്രൽ ആംഗിളിന്റെ സെൻട്രലിൽ നിന്ന് കോഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 100ന്റെ പകുതിയായ 50 ഡിഗ്രി വരും അല്ലെ. അപ്പൊ ഇവിടെ ട്രിഗണോമെട്രിക് റേഷ്യോ നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ത്രികോണമിതി അംശബന്ധം? മട്ട ത്രികോണത്തിന്റെ ന്യൂനകോണിനെ എക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്ത് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പൊ 50ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എതിർവശം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശമാണ് കർണം, അതായത് ഹൈപ്പോട്ടനീസ് കർണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന വശങ്ങൾ, കാണേണ്ട വശം എ, അറിയാവുന്ന വശം ക. ഏക എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ്? സൈൻ ആണ്. അപ്പൊ സൈൻ 50 സമം എതിർവശം OAP by hypotenuse. Hypotenuse is 3 centimeter. So when we cross multiply in the kittum, what is the length of AP?
AP equal 3 into sin 50. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. sin 50 എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. അപ്പൊ കോഡിന്റെ പകുതി കിട്ടാൻ ആരവും കേന്ദ്ര കോണിന്റെ പകുതിയും തമ്മിലുള്ള പ്രോഡക്റ്റ് ഗുണനഫലമാണ്. നമുക്ക് കോഡിന്റെ മൊത്തം നീളം കിട്ടണം AB. എന്താണ് AB എന്ന് പറയുന്നത്? AP-യുടെ ഇരട്ടിയാണ് AB. അപ്പൊ AB കിട്ടാൻ AP-നെ ട്വൈസ് ഇൻറ്റു 2 ചെയ്താൽ മതി. സോ AB equal 3 into sin 50 into 2. 3 into sin 50 നമ്മൾ നേരത്തെ ചെയ്തു. 0.766 into 3 2.298. അപ്പോൾ ഇത് 2.298 into 2 എന്ന് പറഞ്ഞാൽ 4.596. that is equal to 4.6 centimeter. അപ്പോൾ നമ്മൾക്ക് ഒരു സർക്കിളിലെ ഒരു കോഡിന്റെ നീളം കാണാൻ, ഒരു വൃത്തത്തിലെ ഞാണിന്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഞാണുകൾ കേന്ദ്രവുമായി ഉണ്ടാക്കിയ കോണ് അതിന്റെ പകുതി അതും റേഡിയസും തമ്മിൽ ഗുണിച്ചിട്ട്, അപ്പം സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതി 100ന്റെ പകുതി 50 ഇൻറ്റു ആരം, അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ കോഡിന്റെ നീളം കിട്ടും. അപ്പൊ ഇത് റേഡിയസ് 6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 6 ഇൻറ്റു ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഇൻറ്റു 2 എന്നാണ് നമുക്ക് ഒരു കോഡിന്റെ നീളം കാണാം. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ഒരു കോഡിന്റെ നീളം കാണാൻ? മെയിൻ ആയിട്ട് അപ്പൊ നമ്മൾ കോഡിന്റെ നീളം കാണാനുള്ള ഫോർമുല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ലെങ്ത് ഓഫ് എ കോഡ് ഈക്വൽ 2r into sin A. What is R? R is the radius of the circle. R is the radius of the circle. What is sin A? Sin A എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ, ആ കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് sin A എന്ന് പറയുന്നത്. ശരി, നമുക്ക് അടുത്ത പ്രശ്നത്തിലോട്ട് കടക്കാം. നമുക്ക് അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 112 അവര് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ABC-യിലെ ഈ ആംഗിൾ 65 ഡിഗ്രി, ആംഗിൾ B 55 ഡിഗ്രി, ആംഗിൾ C 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ കാണാം. അതായത് AB/BC/AC കാണാം എന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ നമ്മൾ എന്ത് ചെയ്തു? ഈ ട്രയാങ്കിൾ ഒരു സർക്കം സർക്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 3 വശങ്ങളും എന്തായിട്ട് മാറി? കോഡായിട്ട് മാറി, അല്ല ഞാണായിട്ട് മാറി. അപ്പൊ AC എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ഒരു വശമാണ്. വൃത്തവുമായി പരിഗണിച്ചാൽ അതെന്താണ്? ഞാണാണ്. AB ഞാണാണ്, BC ഞാണാണ്. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു എങ്ങനെ നമുക്കൊരു ഞാണിന്റെ കോഡിന്റെ നീളം കാണാം. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് എ കോഡ്? എന്താ നമ്മൾ പഠിച്ചത്? റേഡിയസും സെൻട്രൽ ആംഗിളിന്റെ പകുതിയും ഗുണിച്ചതിന്റെ ഇരട്ടിയാണ്. അപ്പൊ റേഡിയസും സെൻട്രൽ ആംഗിളിന്റെ പകുതി, അപ്പൊ സെൻട്രൽ ആംഗിൾ x ആണെങ്കിൽ എക്സിന്റെ പകുതിയും തമ്മിൽ ഗുണിച്ചതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയും തമ്മിൽ ഗുണിച്ചതിന്റെ ഇരട്ടിയാണ്. ഈ ടൂം വെട്ടിക്കളയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നോക്കാം. അപ്പോ നമുക്ക് ഇതാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? അപ്പൊ ഒരു കോഡിന്റെ നീളം കാണാൻ റേഡിയസും ആംഗിളിന്റെ പകുതിയും തമ്മിലുള്ള പ്രോഡക്റ്റിന്റെ ഇരട്ടിയാണ് നമ്മുടെ കോഡിന്റെ ലെങ്ത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ കോഡിന്റെ ലെങ്ത് കാണണം. അപ്പൊ സെൻട്രൽ ആംഗിൾ ഒന്നും നമുക്കറിയില്ല. നമുക്ക് സെൻട്രൽ ആംഗിൾ ഒന്ന് വരച്ചു നോക്കാം. BC എന്ന് പറയുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സെൻട്രവുമായിട്ട് യോജിപ്പിച്ചാൽ സെൻട്രൽ ആംഗിൾ കിട്ടും. അപ്പൊ ഇത് 65 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? നമുക്കറിയാം 130 ആണെന്ന് അറിയാം. ഈ സർക്കം റേഡിയസ് പരിവൃത്ത ആരം 6 ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ് 6 ആയിട്ട് എടുത്താൽ എന്താണ് BC-യുടെ നീളം നമുക്ക് കിട്ടാം. BC ഈക്വൽ എന്താ നമ്മൾ പഠിച്ചത്? തൊട്ട് നമ്മൾ മുമ്പ് പഠിച്ചു. BC ഈക്വൽ R into
സെൻട്രൽ ആംഗിളിന്റെ പകുതി 130ന്റെ പകുതി 65. അപ്പൊ സൈൻ 65 ഇൻറ്റു 2. ഈ 2 ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് പറയാം 2 ഇൻറ്റു ആർ 2r ഇൻറ്റു സൈൻ 65. അതാണ് ബി സി. അങ്ങനെയാണെങ്കിൽ എ ബി കാണണം. എ ബി ഇങ്ങനെ കാണാം. അപ്പൊ എ ബിയുടെ സെൻട്രൽ ആംഗിൾ എന്താണ്? എ ബിയുടെ സെൻട്രൽ ആംഗിൾ വരാ നമുക്കിത് ഇതാണ്. ഈ സെന്ററുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഇതാണ് എ ബിയുടെ നമുക്ക് സെൻട്രൽ ആംഗിൾ വരാം. അപ്പോ ഇത് 60 അല്ലെ? ഈ എ ബിയിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുള്ള ആംഗിൾ 60. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 120 വരും. അപ്പോൾ എന്താണ് എ ബി ഈക്വൽ ഇതുപോലെ 120ന്റെ പകുതി സൈൻ 60 റേഡിയസ്. അപ്പൊ 6 ഇൻറ്റു സൈൻ 60 അതിന്റെ ഇരട്ടി ഇൻറ്റു 2. 2 ഇൻറ്റു ആർ 2r. സോ 2r ഇൻറ്റു സൈൻ 60. അപ്പോ എ ബി കാണാൻ 2r ഇൻറ്റു സൈൻ 60. ബി സി നമ്മൾ കണ്ടു 2r ഇൻറ്റു സൈൻ 65. അപ്പൊ എ സി ഡയറക്റ്റ് ആയിട്ട് എഴുതിക്കോടെ. അപ്പൊ എ സി ഇങ്ങനെ കാണാം. എ സി ഈക്വൽ 2r ഇൻറ്റു സൈൻ 55. എ സി ഈക്വൽ 2r ഇൻറ്റു സൈൻ 55. അപ്പൊ അതിന്റെ റേഷ്യോ എങ്ങനെ കാണാം? എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി. അപ്പൊ എ ബി 2r ഇൻറ്റു സൈൻ 60 ഈസ് ടു ബി സി 2r സൈൻ 65. 2r സൈൻ 65 ഈസ് ടു എ സി 2r സൈൻ 55. 2r സൈൻ 55. റേഷ്യോയിൽ കോമൺ ആയിട്ടുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാലോ. അപ്പൊ ഈ 2r ഉം വെട്ടിപ്പോയി. അപ്പൊ എന്താണ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ? സൈൻ 60 ഈസ് ടു സൈൻ 65 ഈസ് ടു സൈൻ 55. മനസ്സിലായ? അപ്പൊ എന്താണ് ഒരു കോഡിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ? കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുക 2r ഇൻറ്റു സൈൻ എ. എന്താണ് 2r എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സർക്കം റേഡിയസ്. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതി. ഇതാണ് കോഡ് എന്നുണ്ടെങ്കിൽ ഈ കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ഇതാണ്. അതിന്റെ പകുതിയാണ് ഇത് വരെ. ഇത് വെച്ചിട്ട് SSLC പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ഒരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് തൊട്ട് മുമ്പത്തെ SSLC മോഡൽ പരീക്ഷയ്ക്ക്, അതായത് 2020 SSLC മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. എന്താണ് ചോദ്യം? In triangle ABC, angle C equals 65 degree and AB equal 9 centimeter. AD is the diameter of the circle. A question: what is the measure of angle ADB? And second question: find the radius of the circumcircle of the triangle ABC. അപ്പോൾ ഒരു ത്രികോണം ABC തന്നിട്ടുണ്ട്. അതിന്റെ സർക്കം സർക്കിൾ പരിവൃത്തം വരച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന AD ഡയാമീറ്റർ ആണ്, AD വ്യാസമാണ്, കോൺ C സമം 65 ഡിഗ്രി എന്നും AB സമം 9 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഈ 65ന്റെ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വിലകൾ തന്നിട്ടുണ്ട്. 2 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നു കോൺ ADB എത്ര. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നു ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് ഈ ത്രികോണത്തിന്റെ സർക്കം റേഡിയസ് ആയിട്ട് വരുന്നത്. ഈ 2 ചോദ്യങ്ങളാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ആംഗിൾ ADB എത്ര എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നോക്കാം. ADB നമ്മൾ ആ കോണൊന്ന് വരച്ച് നമുക്കിതിലോട്ട് ജോയിൻ ചെയ്ത് നോക്കാം. ADB എന്ന് പറയുന്ന കോൺ നമ്മളൊന്ന് വരച്ച് നോക്കാം. അപ്പൊ ഈ ആംഗിൾ ആണ് കാണേണ്ടത്.
ഇവിടെ നോക്കൂ, എ ബിയിൽ നിന്നുണ്ടായിട്ടുള്ള ആംഗിളാണ് 60 അല്ല, എ ബിയിൽ നിന്നുണ്ടായിട്ടുള്ള ആംഗിളാണ് 65. അപ്പോൾ എ ബിയിൽ നിന്ന് ഒരു ചാപത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആംഗിളുകളും ഈക്വലാണ്. അതുകൊണ്ട് ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 65 ഡിഗ്രിയാണ്. ഒരേ ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാകുന്ന ആംഗിളുകൾ ഈക്വലാണ്. ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഇൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർ സെയിം. അപ്പൊ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഒരു ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും ഈക്വൽ ആയതുകൊണ്ട് എ ഡി ബി എന്ന് പറയുന്നത് ആംഗിൾ സിക്ക് തുല്യമാണ്. സോ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു 65 ഡിഗ്രി എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നു, ഈ സർക്കിളിന്റെ റേഡിയസ് കാണുക. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ തന്നിട്ടുണ്ട്, എ ഡി ഡയാമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഡയാമീറ്ററിന്റെ പകുതി OA കണ്ടു കഴിഞ്ഞാൽ ഉത്തരായി. അപ്പൊ തന്നിട്ടുള്ള ഈ ഡയാമീറ്റർ കാണണം, റേഡിയസ് ഡയാമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. അപ്പൊ ഈ ഡയാമീറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഡയാമീറ്ററിൽ നിന്നുണ്ടാകുന്ന ട്രയാങ്കിൾ ഏതാണ്? ADB ആണ് ആ ട്രയാങ്കിൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാം, ADB എന്ന് പറയുന്ന ത്രികോണത്തിലെ AD എന്താണെന്ന് നമുക്കറിയാം, ഡയാമീറ്റർ ആണ്. AB തന്നിട്ടുണ്ട് 9 സെന്റിമീറ്റർ ആണ്. ആ ADBയില് ഈ ആംഗിൾ അറിയാം 65 ഡിഗ്രിയാണ്. ഈ ആംഗിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ABD എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? എത്രയായിരിക്കും? ഒന്ന് നോക്കി നോക്കി. വാട്ട് ഈസ് ദി മെഷർമെന്റ് ഓഫ് ദി ആംഗിൾ ABD? ആർക്ക് പറയാം? യെസ്, ഗുഡ്. ABD എത്രയാണ്? 90 ഡിഗ്രിയാണ്. പലർക്കും മനസ്സിലായില്ലേ എന്താണ് 90 ഡിഗ്രി ആയി എന്ന് മനസ്സിലായില്ല? ഇപ്പൊ ക്ലിക്കായോ? AD എന്താണ്? ഡയാമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങോട്ടും ഹാഫ് സർക്കിൾ ആണ്, സെമി സർക്കിൾ ആണ്. ഒരു സെമി സർക്കിളിൽ നിന്നുണ്ടാകുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണം കിട്ടിയാൽ നമുക്ക് അവിടെ ട്രിഗണോമെട്രിക് റേഷ്യോ പറയാം. എന്താണ് ത്രികോണമിതി? ഒരു മട്ട ത്രികോണത്തിലെ ന്യൂനകോണിനെ 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള ആംഗിളിനെ ബേസ് ചെയ്ത് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ട്രിഗണോമെട്രിക് റേഷ്യോ. അപ്പൊ നമുക്ക് കാണേണ്ട വശം AD ആണ്. തന്നിട്ടുള്ള ആംഗിൾ 65. അപ്പൊ അറിയാവുന്ന ആംഗിൾ 65ആണ്. 65നെ ബേസ് ചെയ്ത് ഈ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് പേര് കൊടുത്താൽ 65ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഹൈപ്പോട്ടനസ്, കാരണം. അപ്പോൾ ഇതിന്റെ അടുത്തുള്ള വശത്തിനെ നമ്മൾ പറയും അഡ്ജസന്റ്, സമീപവശം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കാം, അറിയാവുന്ന വശം എതിർവശം A. കാണേണ്ട വശം കർണവുമായി ബന്ധപ്പെട്ട് കർണത്തിന്റെ പകുതിയാണ്. അപ്പൊ കർണമാണ് കാണേണ്ടത്. കർണം കണ്ടാൽ കർണത്തിന്റെ പകുതി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കാണേണ്ട വശം തന്നിട്ടുള്ള വശം A, കാണേണ്ട വശം K, എതിർവശം ബൈ കർണം. അപ്പൊ സൈനാണോ കോസാണോ ടാനാണോ? എന്താ ഇവിടെ ത്രികോണമിതി അംശം? എന്താ? സൈന്, കോസ്, ടാന്, ഏക. അപ്പൊ സൈനാണ് എതിർവശം ബൈ കർണവരണം. അപ്പൊ നമുക്ക് സൈൻ 65 കാണാം. സൈൻ 65 സമം എതിർവശം ബൈ കർണം. എതിർവശം എത്രയാണ്? 9 ആണ്. സൈൻ 65ന്റെ വില തന്നിട്ടുണ്ട്, 0.9 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സൈൻ 65 ഈക്വൽ എതിർവശം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ബൈ കർണം ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് AD ആണ്. സോ വാട്ട് ഈസ് AD? സോ AD ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? നോക്കൂ, AD ഇൻറ്റു സൈൻ 65. AD ഇൻറ്റു സൈൻ 65 ഈക്വൽ ടു 9 സെന്റിമീറ്റർ. ഇതേ ഇൻറ്റു ഇത് ഈക്വൽ ഇതേ ഇൻറ്റു ഇത്. അപ്പൊ ഇതിൽ നിന്ന് AD എങ്ങനെ കിട്ടും? AD ഈക്വൽ 9 divided by sin 65. That is equal to 9 divided by, what is sin 65? It is 0.9.
ഇതാണ് AD. അപ്പോൾ ഇതിൻ്റെ AD കണ്ട് ഇതിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് റേഡിയസ് കാണാം. അപ്പം 9/0.9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിലുള്ള പോയിന്റ് കളയാൻ ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങണം. അപ്പം മേലെയും താഴെയും 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 9 × 10 90/0.9 × 10 that is 9. What is 90/9? That is equal to 10 centimeter. അപ്പോൾ ഡയാമീറ്ററിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. So what is the radius? Therefore radius equal to ഡയാമീറ്ററിന്റെ പകുതി 5 സെന്റിമീറ്റർ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ പറയാണ്. എന്തൊക്കെയാണ് ട്രിഗോണോമെട്രിക് റേഷ്യോ, സൈൻ, കോസ്, ടാൻ? പഠിക്കാൻ എളുപ്പത്തിൽ മാഷ് പറഞ്ഞു തന്നു. എന്താണ് ഏക, സഗ, എൽസ. പിന്നെ ഏതൊക്കെ കോണളവുകളാണ് നമുക്കറിയാവുന്നത്? കാണാപ്പാഠം പഠിക്കാൻ ഒരു അളവുകൾ മാഷ് പറഞ്ഞു. ഏതൊക്കെയാണ്? 0, 30, 45, 60, 90. ഏതൊക്കെയാണ് വിലകൾ? 0, 1/2, 1/√2, √3/2, 1. അതുപോലെ ഒരു സർക്കിളിലെ കോഡിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. എന്താണ് ഒരു ഞാനിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ? 2r × sin എന്ന് പറഞ്ഞാൽ എന്താണ്? AB-യുടെ നീളം കാണാൻ 2 × റേഡിയസ്, AB-ക്ക് എതിരെയുള്ള ആംഗിൾ 65, അപ്പോൾ 65. ഇനി AC-യുടെ നീളം കാണാനാണെങ്കിൽ എന്താണ് വരിക? 2r 2 × റേഡിയസ്. ഈ AC-ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ B ആണ്, അതിന്റെ സൈൻ. ഇനി ഈ നീളം കാണാനാണെങ്കിലോ BC കാണാനാണെങ്കിലോ 2 × റേഡിയസ് 2r × ഈ കോഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളെ അപ്പൊ സൈന്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ കണക്കുകളൊക്കെ നോക്കാം, നോട്ടുകളൊക്കെ എഴുതാം. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളൊക്കെ ഭംഗിയായി കാണാം. നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നെ ചോദിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും. ഓക്കെ, ഗുഡ് ബൈ ടു ആൾ.